ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് ഫുള്ളായി നല്ല പഴുപ്പെത്താത്ത നേന്ത്രപ്പഴം എടുത്ത് തൊലി കളഞ്ഞ് ആവിക്ക് വേവിച്ചു. ആവിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചൂടോടെ തന്നെ നല്ലോണം കുഴച്ചെടുക്കണം. നല്ല ചൂട് തന്നെ ആയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കുഴച്ചെടുക്കാൻ കഴിയും. അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ നെയ്യിൽ വറുത്തതിന് ശേഷം ഇറക്കി വെച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ഇടുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. നെയ്യിലാണ് വറുക്കുന്നത്. പിന്നെ കയ്യിൽ ഉരുട്ടിയെടുത്ത് പരത്തി അതിൽ ഫില്ലാക്കും. ഉന്നക്കായ ആകൃതിയിലാണ് ഫില്ലാക്കുന്നത്, കൊണ്ടാണ് ഇതിന് ഉന്നക്കായ എന്നുള്ള പേര് വന്നത്. കയ്യിൽ എണ്ണ തേച്ചാലേ അത് ഭംഗിയിൽ ഉരുട്ടാൻ കഴിയുള്ളൂ. എണ്ണ തേച്ച് ഉരുട്ടി നല്ല പൗറാക്കി പരത്തി വെച്ചു. എണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ഉരുട്ടി വെച്ച ഉന്നക്കായ ഇടുന്നു. നന്നായിട്ട് ചൊന്ന് വന്ന അല്ലെ അത് പാകമായി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചുവന്ന് വന്ന ഉന്നക്കായ് കോരിയെടുത്തു. നല്ല അടിപൊളി ഉന്നക്കായ് റെഡി.